ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം, കാരണം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അവസാനം ക്വസ്റ്റ്യൻ ഇല്ലേ എന്നുള്ളത്. വീഡിയോ അവസാനം കാണുന്നവർക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, കാരണം അവസാനമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ സെയിം സെന്റൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് തരുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഓഫീസിൽ നിന്ന് ചോദിക്കും, സ്കൂളിൽ നിന്ന് ചോദിക്കും, അതുപോലെ നമുക്ക് നമ്മൾ മക്കളോട് ചോദിക്കാനായിട്ട് പറ്റും. നീ എന്താ വൈകിയത്, നീ എന്താ വൈകിയത്, നമ്മളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്, നീ എന്താ വൈകിയത്, എപ്പോഴും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമുക്ക് എന്തെല്ലാം ആൻസർ പറയാം. ഇപ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ ബസ് കിട്ടിയില്ല എന്ന് പറയാം, ഓഫീസിലേക്ക് പോകുകയാണെങ്കിൽ ബസ് കിട്ടിയില്ല എന്ന് പറയാം. ബസ് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ ഗെറ്റ് എ ബസ് എന്ന് പറയാം. ഐ ഡിഡിൻ ഗെറ്റ് എ ബസ് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ബസ് കിട്ടിയില്ല. ഐ കുഡിൻ ഗെറ്റ് എ ബസ് എന്നും പറയാറുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഐ ഡിഡിൻ ഗെറ്റ് എ ബസ്, എനിക്ക് ബസ് കിട്ടിയില്ല. ഓക്കെ, നീ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്, നീ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത് എന്ന് ചോദിക്കണമെങ്കിലോ വാട്ട് ടൈം ഡിഡ് യു ലീവ് ഹോം, വാട്ട് ടൈം ഡിഡ് യു ലീവ് ഹോം, നീ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ അതിനൊരു ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷെ ബസ് നിർത്തിയില്ല. ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഞാൻ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷേ ബസ് നിർത്തിയില്ല. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. ഐ ലെഫ്റ്റ് ഹോം അറ്റ് 7 o'clock, ഞാൻ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, ബട്ട് ദ ബസ് ഡിഡിൻ സ്റ്റോപ്പ്, ബട്ട് ദ ബസ് ഡിഡിൻ സ്റ്റോപ്പ്, പക്ഷേ ബസ് നിർത്തിയില്ല. അല്ലേ, നമുക്കൊക്കെ സംഭവിക്കാറുള്ള ഒരു സെന്റൻസ് ആണ്. I left home at 7 o'clock, but the bus didn't stop. Okay, ഇനി കുറച്ച് വലിയ സെന്റൻസ് ആണ്. പിന്നീട് ഞാൻ ബസ് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു, മാത്രവുമല്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അല്ലെ, ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നീട് ഞാൻ ബസ് കയറിയപ്പോൾ എന്ന് പറയുമ്പോൾ ലേറ്റർ, അല്ലെ, പിന്നീട്. ലേറ്റർ വെൻ ഐ ഗോട്ട് ഓൺ ദ ബസ്, പിന്നീട് ഞാൻ ബസ് കയറിയപ്പോൾ ഇറ്റ് വാസ് വെരി ക്രൗഡഡ്, ഇറ്റ് വാസ് വെരി ക്രൗഡഡ്, നല്ല തിരക്കായിരുന്നു. ഇനി മാത്രമല്ല അല്ലെങ്കിൽ കൂടാതെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ബിസൈഡ്സ് ദാറ്റ്, ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ, അതുകൂടാതെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബിസൈഡ്സ് ദാറ്റ്, മാത്രമല്ല അത് കൂടാതെ, ഇങ്ങനെ ഇങ്ങനെയുള്ള വേർഡ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തുണ്ടായിരുന്നു, നല്ല ട്രാഫിക് ആയിരുന്നു എന്നാണ്. ബിസൈഡ്സ് ദാറ്റ് there was a lot of traffic too, അല്ലേ, മാത്രമല്ല നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ബിസൈഡ്സ് ദാറ്റ് there was a lot of traffic too. ഓക്കെ, നിനക്ക് നാളെ നേരത്തെ വരാമോ, നിനക്ക് നാളെ നേരത്തെ വരാമോ, എങ്ങനെ ചോദിക്കുക, നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരാളോട് ചോദിക്കുകയാണ്, അല്ലേ. Can you come early tomorrow, can you come early tomorrow. ഇനി will യൂസ് ചെയ്തും ചോദിക്കാട്ടോ, ഇത് നാളത്തെ കാര്യമായതുകൊണ്ട് will you come early tomorrow എന്ന് വേണമെങ്കിലും ചോദിക്കാം, can you എന്ന് ചോദിക്കാം. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് രൂപത്തിലായതുകൊണ്ട് can you come early tomorrow ഏറ്റവും ബെറ്റർ. ഓക്കെ, കഴിയുന്നതും ഞാൻ ശ്രമിക്കാം, ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ ശ്രമിക്കാം, ഐ വിൽ ട്രൈ ആണ്. കഴിയുന്നതും ഞാൻ ശ്രമിക്കാം എന്ന് പറയണമെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, എന്നെക്കൊണ്ട് പറ്റും വിധം ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വിൽ ട്രൈ ഇഫ് ഐ ക്യാൻ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ നാളെ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ നീ നാളെ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. വരാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇതേക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടിട്ടോ ഇൻ ദാറ്റ് കേസ്, ഇൻ ദാറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടി, അല്ലെ. ഇൻ കേസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻ ദാറ്റ് കേസ്, അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് ടു, അല്ലെ, വിൽ ഹാവ് ടു ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇറങ്ങേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ട്. യു വിൽ ഹാവ് ടു ലീവ് ഹോം അറ്റ് 6:30 ടുമോറോ, നാളെ 6:30 മണിക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇൻ ദാറ്റ് കേസ്, അല്ലേ, അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് ടു ലീവ് ഹോം അറ്റ് 6:30 ടുമോറോ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ 6:30 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങാം, ഞാൻ 6:30 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങാം. എങ്ങനെ പറയാ, ഐ വിൽ ലീവ് ഹോം അറ്റ് 6:30,
ഐ വിൽ ലീവ് ഹോം അറ്റ് 6:30. ഞാൻ 6:30 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങാം. ആ ബസ് നിർത്താതെ പോയി. നമ്മൾ പറയാറുണ്ടല്ലേ, ആ ബസ് നിർത്താതെ പോയി. ദാറ്റ് ബസ് ഡിഡിൻ സ്റ്റോപ്പ്. ദാറ്റ് ബസ് ഡിഡിൻ സ്റ്റോപ്പ്. അതായത് ആ ബസ് നിർത്തിയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഭാഷയിൽ നമ്മൾ പറയും എന്താണ്, ആ ബസ് നിർത്താതെ പോയി. ദാറ്റ് ബസ് ഡിഡിൻ സ്റ്റോപ്പ്. ഇത്ര പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി എപ്പോഴാ ബസ് വരിക, അതായത് ഇനി എപ്പോഴാ അടുത്ത ബസ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇനി എപ്പോഴാ അടുത്ത ബസ്, അല്ലെങ്കിൽ ഇനി എപ്പോഴാ ബസ് വരിക. When will the next bus come? When will the next bus come? സമയം ഒരുപാട് വൈകി. പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട് സമയം ഒരുപാട് വൈകി. It's very late. It's very late. ഇനി ഞാൻ പോയിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇനി ഞാൻ പോയിട്ട് കാര്യമില്ല. There is no point in going now. There is no point in going now. ഇനി ഞാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ. നാളെ നേരത്തെ ഇറങ്ങാം. നാളെ നേരത്തെ ഇറങ്ങാം, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് അല്ലേ. നാളെ നേരത്തെ ഇറങ്ങാം. ഐ വിൽ ലീവ് ഏർലി ടുമോറോ. ഐ വിൽ ലീവ് ഏർലി ടുമോറോ. നാളെ നേരത്തെ ഇറങ്ങാം. ബസ് വൈകിയാണ് വരുന്നത്. ബസ് വൈകിയാണ് വരുന്നത്. The bus is running late. The bus is running late. ഞാൻ 20 മിനിറ്റായി ബസ്സിന് കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാൻ 20 മിനിറ്റായി ബസ്സിന് കാത്തു നിൽക്കുകയാണ്. I have been waiting for the bus for 20 minutes. I have been waiting for the bus for 20 minutes. ഞാൻ 20 മിനിറ്റായി ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ഇപ്പോഴും കാത്തു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ബീൻ, ഹാസ് ബീൻ ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. ബസ് ഇതുവരെ എത്തിയിട്ടില്ല. ബസ് ഇതുവരെ എത്തിയിട്ടില്ല. The bus hasn't arrived yet. The bus hasn't arrived yet. ബസ് സിംഗുലർ ആണ്, സോ hasn't യൂസ് ചെയ്യും. അടുത്ത ബസ് ഉടൻ ഇവിടെ എത്തും. എങ്ങനെ പറയാ, അടുത്ത ബസ് ഉടൻ ഇവിടെ എത്തും അല്ലേ. The next bus will be here soon. The next bus will be here soon. നമ്മളൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയമൊക്കെ നിന്നതിന് ശേഷം നമുക്കൊരു സീറ്റ് കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒടുവിൽ എനിക്കൊരു സീറ്റ് കിട്ടി എന്ന് പറയാറുണ്ടല്ലോ. ഒടുവിൽ എനിക്കൊരു സീറ്റ് കിട്ടി. എങ്ങനെ പറയാം ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഒടുവിൽ എനിക്കൊരു സീറ്റ് കിട്ടി, അതായത് അവസാനമായിട്ട് എനിക്കൊരു സീറ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പറയാം, എനിക്ക് സീറ്റ് കിട്ടി എന്ന് പറയാം, നമുക്കൊക്കെ അറിയാം. അപ്പം ഒടുവിൽ എനിക്കൊരു സീറ്റ് കിട്ടി എന്ന് പറയുന്നത് എങ്ങനെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസും കാണാം, ഷോർട്സ് ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.